ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ നട്ടിലുള്ള ആണായി പിറക്കണമെന്നില്ല. നട്ടിലുള്ള ഏതൊരു സ്ത്രീക്കും അതിന് സാധിക്കും. ഏവർക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. പഠിച്ചാലോ? 1969 മുതൽ 74 വരെയായിരുന്നു 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം, ദുർബല വിഭാഗങ്ങളുടെ വളർച്ച, ഇതൊക്കെയായിരുന്നു ഈ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം നൽകിയിരുന്നത്. 1969 ഇന്ദിരാഗാന്ധി സർക്കാർ 14 ബാങ്കുകളെ ദേശസാൽക്കരിക്കുന്നത്. അതുപോലെ ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷ നടത്തുന്നത് 1974 മെയ് 18 ഇതാണ് സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം മൂലം ഈ പദ്ധതി വൻ പരാജയം തന്നെയായിരുന്നു. 5.6 ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിച്ച ഈ പദ്ധതിക്ക് 3.3% ലക്ഷ്യം കൈവരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഗാഡ്ഗിൽ മോഡലിൽ നടന്ന ഒരു പഞ്ചവത്സര പദ്ധതിയും കൂടിയായിരുന്നു ഈ 4ാം പഞ്ചവത്സര പദ്ധതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.